ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 33-ാമത് വാക്യം നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: പ്രഹരവും അപമാനവും അവന് ലഭിക്കും, അവൻ്റെ നിന്ന മാഞ്ഞു പോകുകയും ഇല്ല എന്ന വാക്യമാണ്. മനുഷ്യ ജീവിതത്തിനകത്ത് നിന്ദകളും പഴികളും പരിഹാസങ്ങളും അപമാനങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ സർവ്വസാധാരണയാണ്. എന്നാൽ ഒരു കാലഘട്ടം മുഴുവനും നിന്ദകൾ നാം അനുഭവിക്കേണ്ടി വരുന്നു എങ്കിലും ദൈവത്തെ പരമാർത്ഥതയോടെ നാം സേവിക്കുന്നവരും സ്നേഹിക്കുന്നവരും ആരാധിക്കുന്നവരുമാകുന്നു എങ്കിൽ നമ്മുടെ നിന്ദ അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം നമുക്ക് വരികയും നമ്മളെ നിന്ദിച്ചവരെ ദൈവം അപമാനിക്കുകയും നിന്ദിക്കപ്പെട്ട ഇടത്ത് നിന്ദിച്ചവരുടെ മുൻപിൽ ദൈവം നമ്മെ മാനിക്കുകയും ചെയ്യുന്നൊരു പ്രമാണത്തെക്കുറിച്ച് തിരുവചനം ഓർപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ശലോമോൻ ഓർമ്മപ്പെടുത്തുന്നത് അതല്ല. ഒഴിഞ്ഞു മാറാത്ത നിന്ന, വിട്ടുമാറാത്ത നിന്ന, നിത്യമായി നിലനിൽക്കുന്ന നിന്ന, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതായ വാക്കുകളാണ്. നമ്മൾ ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകത്തിലേക്കൊന്ന് കടന്നു വരികയാണെങ്കിൽ 2-ാമത്തെ അധ്യായത്തിനകത്ത് വായിച്ചു വരുമ്പോൾ ഏലി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുവാൻ തീരുമാനിക്കുകയും ആ തലത്തിൽ താൻ നിൽക്കുകയും ചെയ്തുവെങ്കിലും തൻ്റെ പുത്രന്മാർ നീചന്മാരായിരുന്നു. അവർ ദൈവത്തെ ഓർക്കാത്തവരായി തീരുകയും ദൈവ ആരാധനയെ അപമാനിക്കുന്നവരും നിന്ദിക്കുന്നവരുമായി തീരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് തിരുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. യാഗത്തിനു വേണ്ടി യാഗമൃഗങ്ങളെ കൊണ്ടുവന്ന് ആ യാഗാർപ്പണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ യാഗത്തിനകത്തു നിന്ന് അവർക്കാവശ്യമുള്ളതായ മാംസം അവരെടുത്തു കൊണ്ടുപോവുകയും ആ തലത്തിൽ അവരത് കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അരുതാത്തതാണ് ചെയ്യുന്നത്, ഇത് ദൈവത്തോടുള്ള പാപമാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർ പറയുന്നുവെങ്കിലും അവരുടെ ധിക്കാരത്തിൻ്റെ മുമ്പിൽ, അവരുടെ അഹങ്കാരത്തിൻ്റെ മുൻപിൽ അവരത് ചെയ്യുവാനായിട്ട് തുനിഞ്ഞു എന്നുള്ളതാണ്. തൽഫലമായിട്ട് ഇവിടെ പറയുന്നത് ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ വഴിപാട് നിന്ദിക്കുന്ന ഏലിയുടെ പുരോഹിതന്മാർ, ഏലിയുടെ പുത്രന്മാർ തൽഫലമായിട്ട് എന്തു പറ്റി? യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയ ഒരു പാപമായിട്ട്, ഏറ്റവും വലിയ തിന്മയായിട്ട് അത് തീർന്നു എന്നുള്ളതാണ്. തൽഫലമായിട്ട് ആ ഏലിയുടെ തലമുറകളുടെ ജീവിതത്തിനകത്ത് ഒഴിഞ്ഞു മാറാത്ത അപമാനങ്ങൾ, നിന്ദകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തുറന്നിട്ടുമുണ്ട്. അത് പിന്നീട് വായിക്കുമ്പോൾ നാം കാണുന്നത് ഇങ്ങനെയാണ്: ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എൻ്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു നിശ്ചയം. നിങ്ങൾ എന്നും മാന്യരായി, ശ്രേഷ്ഠരായി, അനുഗ്രഹീതരായി ജീവിക്കാനായിട്ട് ദൈവം നിങ്ങൾക്ക് അവസരം തന്നവരാണ്. എന്നാൽ എന്നെ നിന്ദിച്ചതുകൊണ്ട്, എൻ്റെ ആരാധനയെ നിന്ദിച്ചതുകൊണ്ട്, എൻ്റെ യാഗപീഠത്തെ നിന്ദിച്ചതുകൊണ്ട്, എൻ്റെ നാമത്തെ നിന്ദിച്ചതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നു, അങ്ങനെ ഒരിക്കലും ആകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും എന്നോർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏലിയുടെ പുത്രന്മാർ ദൈവത്തെ നിന്ദിക്കുവാനിടയായി, യാഗത്തെ, ആരാധനയെ നിന്ദിക്കുവാനിടയായി, തൽഫലമായി സമൂഹത്തിന് മുമ്പിൽ മാന്യതയോടെ തലയുയർത്തി നിൽക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്നവരെങ്കിലും ദൈവത്തിൻ്റെ ശാപവും ദൈവത്തിൻ്റെ ശിക്ഷണവും അവരുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നിട്ട് അവർ എല്ലാ കാലഘട്ടത്തിലും അപമാനിതരും നിന്ദിതരുമായി തീരുവാനിടയായി തീർന്നു എന്ന് ഇവിടെ വ്യക്തമായ തലത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ശലോമോനും അതുതന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് നീങ്ങിപ്പോകാത്ത നിന്ദകൾ ജീവിതത്തിൽ ഭവിക്കാതിരിക്കേണ്ടതിന് ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ദൈവിക ആരാധനയെയും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും ഒന്നും നിന്ദിച്ചിട്ട് വിട്ടുമാറാത്ത നിന്ദാപാത്രങ്ങളായി നിങ്ങൾ തീരാതിരിക്കേണ്ടതിന് നിങ്ങൾ ഓരോ ദിവസങ്ങളും നിങ്ങളെ തന്നെ സൂക്ഷിക്കണമെന്ന് ഓർപ്പിക്കുക തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ദൈവം നിത്യ നിന്ദയ്ക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കേണ്ടതിനും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നിന്ദകളിൽ നിന്ന് ദൈവം നമുക്ക് ആശ്വാസവും സമാധാനവും അനുഗ്രഹങ്ങളും നൽകുന്ന ചെയ്യേണ്ടതിന് വേണ്ടി ഓരോ ദിവസങ്ങളും നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരും ആ നിലകളിൽ ജീവിതം മുൻപോട്ട് കഴിക്കുന്നവരുമായി തീരുവാൻ ഉത്സാഹിക്കാം. അതിന് സർവശക്തനായ ദൈവം എൻ്റെ കേൾവിക്കാരായി നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നീങ്ങിപ്പോകാത്ത മാറിപ്പോകാത്ത ഒരു നിന്ദയ്ക്ക് ഞങ്ങൾ ഭാഗമായി തീരാതിരിക്കേണ്ടതിന് ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ദൈവിക ആരാധനയെയും ഒക്കെ സ്നേഹിക്കുന്നവരും അതിനെ നിന്ദിക്കാത്തവരുമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.